ഓക്കെ, നമ്മൾ മാർച്ച് 2011 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എ കൺട്രോൾ മാസ് സിസ്റ്റം കണ്ടെയ്ൻസ്. കൺട്രോൾ മാസ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ മാസ് കോൺസ്റ്റന്റ് ആണെന്നാണ്. ഓക്കെ, ഫിക്സഡ് മാസ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് കൺട്രോൾ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടെയ്ൻസ് 244 ലിറ്റർ ഓഫ് ക്ലോറിൻ ഗ്യാസ്. ക്ലോറിൻ ഗ്യാസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഗ്യാസ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട് 0.11726. Initially, the chlorine is at a pressure of 146460 kilopascal and a temperature of 1600 Kelvin. Okay, അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. പ്രഷർ അറിയാം, ടെമ്പറേച്ചർ, അതേപോലെ വോളിയം തന്നിട്ടുണ്ട്. ഓക്കെ, ദ സിസ്റ്റം ദെൻ അണ്ടർഗോസ് ടു ക്വാസി ഇക്വിലിബ്രിയം പ്രോസസ്. ക്വാസി റിവേഴ്സിബിൾ പ്രോസസ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ലോസസ് ഒന്നും ഇല്ലാത്ത ഐഡിയൽ പ്രോസസ്സുകളാണ്. one after other. In the first process, state 1 in state 2, process 1 to 2, the chlorine is compressed in a compression process in a polytropic process until the volume is 152.5 liter. അപ്പോൾ വോളിയം റെഡ്യൂസ് ചെയ്തു. വോളിയം 244 152.5 ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. At state 2, the temperature is 800 Kelvin and the pressure is 1168 kilopascal. അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റിലെ വോളിയം അറിയാം, വോളിയം ഇസ് ഗിവൺ, ടെമ്പറേച്ചർ ഇസ് ഗിവൺ, പ്രഷർ ഓൾസോ ഗിവൺ. ഓക്കെ, ഇൻ സെക്കൻഡ് പ്രോസസ് മീൻസ് ഇറ്റ് ഈസ് ഫ്രം 2 to 3, സ്റ്റേറ്റ് 2 to സ്റ്റേറ്റ് 3. ദ സിസ്റ്റം ഈസ് എക്സ്പാൻഡഡ് ഐസോതെർമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ്. അണ്ടിൽ ദ വോളിയം റീച്ചസ് ദ ഒറിജിനൽ വോളിയം. അപ്പം ഇവിടെ ടെമ്പറേച്ചർ T2 ഈസ് ഈക്വൽ ടു T3 ആണ്. അതേപോലെ തന്നെ വൺ മോർ കണ്ടീഷൻ തന്നിട്ടുണ്ട്, V3 ഈസ് ഈക്വൽ ടു V1 ആണ്. V1 ഓൾറെഡി നമുക്കറിയാം 244 ലിറ്റർ. ഓക്കെ, ട്രീറ്റ് ദ ക്ലോറിൻ ആസ് എ ഐഡിയൽ ഗ്യാസിലായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ദ പോളിട്രോപിക് എക്സ്പോണന്റ് N ആൻഡ് P3. ഓക്കെ, സോ ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റാസ് റീകളക്ട് ചെയ്യുകയാണെങ്കിൽ ഫോർ ദ സ്റ്റേറ്റ് 1, ഒരു സ്റ്റേറ്റ് 1 മാത്രമല്ല, ഓൾ കംപ്ലീറ്റ് പ്രോസസ്സിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് 0.1172 kilojoule per kilogram Kelvin. Okay, then kilojoule per kilogram Kelvin, characteristics gas constant. Okay, then state 1 V1, first initial volume 244 liter, T1 1600 Kelvin, P1 1460 kilopascal. Okay, then state 2 ൽ 152.5 ലിറ്റർ വോളിയം, 1168 kilopascal pressure, T2 800 Kelvin. അതും given values ആണ്. Then for the state 3, V1 is equal to V3 is equal to V1. So it is 244 liter again. Then T3 also given. T3 and T2 are equal. Why it is equal means 2 to 3 processes isothermal. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ് ആണ് 2 to 3. അതുകൊണ്ട് T2 is equal to T3 ആണ്. സോ ദീസ് ആർ ദ വാല്യൂസ് ദേ ആർ ഗിവൺ. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് പ്രോസസ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പോളിട്രോപിക് പ്രോസസ്, ഫസ്റ്റ് പ്രോസസ്. പോളിട്രോപിക് പ്രോസസ്സിന്റെ ഒരു സ്പെഷ്യാലിറ്റി, അത് ഫോളോ ചെയ്യുന്ന ലോ എന്ന് പറയുന്നത് P1 V1 raised to N is equal to P2 V2 raised to N ആണ്. ഓക്കെ, അപ്പോൾ ഫ്രം ദിസ് ഇക്വേഷൻ വി വിൽ ഗെറ്റ് V1 by V2 all raised to N. ജസ്റ്റ് റേഷ്യോ എടുക്കുകയാണെങ്കിൽ ബൈ റീഅറേഞ്ചിങ് ദിസ് ഇക്വേഷൻ V1 by V2 all raised to N is equal to P2 by P1. ഓക്കെ, ഇനി നമ്മൾ N ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പോളിട്രോപിക് ഇൻഡെക്സ്, എക്സ്പോണൻഷ്യൽ ഇൻഡെക്സ് ആണ് പോളിട്രോപിക് ഇൻഡെക്സ് കണ്ടുപിടിക്കണം. സോ വി ഹാവ് ടു അപ്ലൈ ദ നാച്ചുറൽ ലോഗരിതം. ഓക്കെ, if you are applying natural logarithm means we will get N times ln V1 by V2 is equal to ln P2 by P1. So N is equal to ln P2 by P1 divided by ln V1 by V2. ഇനി നമുക്ക് P1 അറിയാം, P2 അറിയാം, V1 അറിയാം, V2 അറിയാം. All the values are given in this state 1 and state 2. So we have to just substitute. No need of conversion of any unit because P1 and P2 both are in same unit, kilogram per kilopascal. Then again V1 and V2 also in same unit. നമ്മൾ റേഷ്യോ എടുക്കുന്നുണ്ട്, യൂണിറ്റ്സ് തമ്മിൽ ക്യാൻസൽ ആയി പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ യൂണിറ്റ് കൺവേർഷൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഓക്കെ, രണ്ടും സെയിം യൂണിറ്റ് ആയിട്ടാണ്. ഇവിടെ വോളിയവും സെയിം യൂണിറ്റ്, V1 V2 സെയിം യൂണിറ്റ് ആണ്, P1 ആൻഡ് P2 ഓൾസോ സെയിം യൂണിറ്റ്. അവർ ഡിഫറെൻ്റ് ആണെങ്കിൽ മാത്രമേ കൺവേർട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. സോ നമ്മൾ റേഷ്യോ എടുത്ത് കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും
ഇവിടെ പോളിട്രോപ്പിക് ഇൻഡെക്സ് നമുക്ക് നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത് -0.47477. Okay, so this is the first part. Then for the second part, first of all, we the process 2 to 3. Now we are considering process 2 to 3. 2 to 3 means isothermal process. Isothermal process ile speciality ennu parnal isothermal process inde speciality avade PV is a constant. Okay, isothermal process il PV is a constant, product of volume and pressure and volume is a constant. So we will get P2V2 is equal to P3V3. PV is a constant, അതിനകത്ത് നമുക്ക് പറയാൻ പറ്റും P2V2 is equal to the product of P2V2 is equal to P3V3. Okay, so നമുക്ക് P3 ആണ് കണ്ടുപിടിക്കേണ്ടത്. Okay, so P3 is equal to, if we are taking the ratio, P3 is equal to P2V2 by V3. All the values are given. P2 is given, then V2 also given, V3 also we know. Okay, V3 equal to V1 ആണ്, അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇവിടെയും നമ്മൾ യൂണിറ്റ് കൺവേർഷന്റെ കാര്യമില്ല, കാരണം ഇവിടെ വോളിയം രണ്ടും സെയിം യൂണിറ്റിൽ നമ്മൾ എടുത്താൽ മതി, കാരണം അത് റേഷ്യോസ് വരുന്നതുകൊണ്ട് നമ്മൾ അതിനെ മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇവിടെ രണ്ടും സെയിം യൂണിറ്റ് ആണ്, അതുകൊണ്ട് ലിറ്റർ ക്യാൻസൽ ആയി പോകും. അപ്പോൾ കൺവേർട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ആൻസർ കിട്ടും. സോ P3 is equal to 730 kilopascal. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഐസോതെർമൽ പ്രോസസ്, അതായത് ഈ പറയുന്ന 2 to 3 പ്രോസസ്സിന്റെ പോളിട്രോപിക് പ്രോസസ് ആയിട്ട് പറയാൻ പറ്റുമെന്നാണ്. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം പോളിട്രോപിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ PV/N is a കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ അവിടെ N equal to 1 ആയി കഴിഞ്ഞാൽ നമുക്ക് PV is a കോൺസ്റ്റന്റ് എന്ന് കിട്ടും. അതായത് ഒരു പോളിട്രോപിക് പ്രോസസ്സിൽ പോളിട്രോപിക് ഇൻഡെക്സിന്റെ വാല്യൂ 1 ആണെങ്കിൽ അത് ഐസോതെർമൽ പ്രോസസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ യെസ് ആണ്. ഓക്കെ, ഐസോതെർമൽ പ്രോസസ്സിൽ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ്സിൽ PV is equal to MRT നമുക്കറിയാം, അവിടെ മാസ് കോൺസ്റ്റന്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഗ്യാസ് കോൺസ്റ്റന്റ്, അത് കോൺസ്റ്റന്റ് ആണ്, ദെൻ ടെമ്പറേച്ചർ ഓൾസോ കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് സിംപ്ലി പറയാം PV is a constant. ഓക്കെ, സോ എ പോളിട്രോപിക് പ്രോസസ് വിച്ച് ഹാവിംഗ് പോളിട്രോപിക് ഇൻഡെക്സ് N is equal to 1 which is called isothermal process. ഓക്കെ, അപ്പൊ N equal to 1 ആയിട്ടുള്ള പോളിട്രോപിക് പ്രോസസ്സിനെയാണ് നമുക്ക് ഐസോതെർമൽ പ്രോസസ് എന്ന് പറയാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കണം. 1 to 3 വർക്ക് ഡൺ ഫോർ ദ എൻറ്റയർ പ്രോസസ് 1 to 3. ഓക്കെ, അതിൽ നമുക്ക് രണ്ട് പ്രോസസ് ഉണ്ടാവുന്നുണ്ട്, നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് വി ആർ കൺസിഡറിങ് ദ പ്രോസസ് 1 to 2. 1 to 2 പ്രോസസ്. 1 to 2 പ്രോസസ് മീൻസ് ഇറ്റ്സ് എ പോളിട്രോപിക് പ്രോസസ്. പോളിട്രോപിക് പ്രോസസ്സിന്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് P2V2 മൈനസ് P1V1 ബൈ 1 മൈനസ് N. അത് നമ്മൾ ഫോർമുല ഷീറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എല്ലാ വാല്യൂസും നമുക്ക് അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. P2 എന്ന് പറയുന്നത് 1168 മൈനസ് ടൈംസ് വോളിയം ഇവിടെ മീറ്റർ ക്യൂബിൽ തന്നെ ആയിരിക്കണം, നിർബന്ധമാണ്. വി ഷുഡ് യൂസ് ഓൾ ദ യൂണിറ്റ് ഷുഡ് ബി ഹിയർ. ഇവിടെ നമ്മൾ റേഷ്യോസ് അല്ല എടുക്കുക, അതുകൊണ്ട് ഇവിടെ എല്ലാ SI യൂണിറ്റ് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ 152 ടൈംസ് 10 to the power -3 ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വോളിയം എന്ന് പറയുന്നത് മീറ്റർ ക്യൂബിലായിരിക്കണം. ഓക്കെ, വോളിയം മീറ്റർ ക്യൂബ് ആണ്, അതുകൊണ്ടാണ് 152.5 10 to the power -3. Then P2V2 minus P1V1. Okay, അപ്പോൾ 1460 times 244 times 10 to the power -3. ഓക്കെ, ഇവിടെ 1 മൈനസ് N ആണ്. Nന്റെ വാല്യൂ ഓൾറെഡി നെഗറ്റീവ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ആ നെഗറ്റീവ് വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് -120.7781. നമുക്ക് ഓൾറെഡി അറിയാം പോളിട്രോപിക് കംപ്രഷൻ ആണ്. കംപ്രഷൻ പ്രോസസ് ആകുമ്പോൾ വർക്ക് നെഗറ്റീവേ കിട്ടുള്ളൂ, കാരണം വി ആർ സപ്ലൈയിങ് ദ വർക്ക്, വി വിൽ നോട്ട് ഗെറ്റ് എനി വർക്ക് ഫ്രം ദ സിസ്റ്റം. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ്, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം അല്ല, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ്. കംപ്രഷൻ ആണ്, നമ്മൾ വർക്ക് സപ്ലൈ ചെയ്യാണ്, അതുകൊണ്ടാണ് നമുക്കിവിടെ നെഗറ്റീവ് വാല്യൂ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്നാമത്തെ പ്രോസസ്സ്. ദെൻ വാട്ട് അബൌട്ട് ദ സെക്കൻഡ് പ്രോസസ്? സെക്കൻഡ് പ്രോസസ് ഐസോതെർമൽ പ്രോസസ് ആണ്. ഐസോതെർമൽ പ്രോസസ് ആണ് 2 to 3. So the work done in 2 to 3 is nothing but അതിന്റെ ഇക്വേഷൻ ഓൾറെഡി ഫോർമുല ഷീറ്റ് തന്നിട്ടുണ്ടാവും. P2V2 ln V3 by V2. ഓക്കെ, അപ്പൊ ഇപ്പൊ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് 1 to 2 ആണെങ്കിൽ, പ്രോസസ്സ് 1 to 2 ആണെങ്കിൽ നമുക്ക് അതിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ടാവുക W1 to 2 is equal to P1V1 ln V2 by V1. ഓക്കെ,
അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഇവിടെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 2 to 3 ആണ്. അതുകൊണ്ട് നമ്മൾ P2 V2 ടൈംസ് ലോൺ V3 by V2 എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ഈ ഐസോതെർമൽ പ്രോസസ്സിലെ വർക്ക് ഡൺ കിട്ടും. ഓക്കെ, ഐസോതെർമൽ പ്രോസസ്സിലെ വർക്ക് ഡൺ നമുക്ക് കിട്ടും. സോ ഐസോതെർമൽ പ്രോസസ്സിലെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ P2 V2 ടൈംസ് ലോൺ V2 by V1. ഓക്കെ, അപ്പോൾ ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വോളിയം ഇവിടെ P2 into V2 എന്ന് പറയുന്നിടത്ത് വോളിയം മീറ്റർ ക്യൂബിലായേ പറ്റൂ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ 10 to the power -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. പിന്നെ ഇതിന്റെ ഉള്ളിൽ വോളിയം ലിറ്റർ തന്നെ മതി, കാരണം റേഷ്യോസ് ആണ്. ഈവൻ യു ആർ കൺവേർട്ടിംഗ് ടു ദ മീറ്റർ ക്യൂബ്, ദാറ്റ് 10 to the power -3 10 to the power -3 വിൽ ബി ക്യാൻസൽ ഔട്ട്. ഓക്കെ, രണ്ടും ഒരേ യൂണിറ്റ്, ബിക്കോസ് നമ്മൾ റേഷ്യോ ആണ് എടുക്കുന്നത്. റേഷ്യോ എടുക്കുന്നുണ്ട് ലിറ്റർ ക്യാൻസൽ ആയി പോകും, അവിടെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്കൊരു പോസിറ്റീവ് വർക്കാണ് കിട്ടുന്നത്, 83.7170 കിലോ ജൂൾ. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടണം. ടോട്ടൽ വർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ 2 വർക്ക് കൂടെ ആഡ് ചെയ്യണം. 1 to 2 പ്രോസസ്സിലുള്ള വർക്കും 2 to 3 പ്രോസസ്സിലുള്ള വർക്ക് കൂടെ ആഡ് ചെയ്യുക. 1 to 2 പ്രോസസ്സിലുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. രണ്ടിൻ്റെയും കൂടെ സം എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് -37.06105 കിലോ ജൂൾ ആണ്. അപ്പോൾ ഇത്രയും വർക്കാണ് നമുക്ക് ആ പ്രോസസ്സിൽ നിന്ന്, അതായത് ടോട്ടൽ 1 to 3 എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രോസസ്സിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും വർക്ക് ശരിക്കും ആ സിസ്റ്റത്തിലേക്ക് ഈ 2 പ്രോസസ്സിനോട് വേണ്ടിയിട്ട് സപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, വി ആർ ഗിവിംഗ് വർക്ക് ഓൺ ദ സിസ്റ്റം. ഓക്കെ, വി ആർ ഡൂയിങ് വർക്ക് ഓൺ ദ സിസ്റ്റം. ദെൻ ലാസ്റ്റ് പാർട്ട് ഗ്രാഫ് വരയ്ക്കാനാണ്. അപ്പോൾ ഗ്രാഫ് വരയ്ക്കാൻ നമുക്കറിയാം 3 സ്റ്റേറ്റ് ഉണ്ട്. അപ്പം 3 സ്റ്റേറ്റിലെയും എല്ലാ വാല്യൂസും നമുക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ ഗ്രാഫ് വരയ്ക്കാൻ പറ്റുള്ളൂ. വോളിയത്തിൻ്റെ വാല്യൂ അറിയണം, ടെമ്പറേച്ചർ വാല്യൂ, പ്രഷർ വാല്യൂ. ആ ഫസ്റ്റ് സ്റ്റേറ്റിലെ എല്ലാ വാല്യൂസും നമുക്കറിയാം. സെക്കൻഡ് സ്റ്റേറ്റിലെ എല്ലാ വാല്യൂസും നമുക്കറിയാം. ഓക്കെ, V2 T2 P2. ഓക്കെ, 3 വാല്യൂസ് നമുക്കറിയാം, അത് തന്നിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റിലെ വാല്യൂസ് നമ്മൾ P3 ആണ് അൺനൗൺ ആയിട്ടുള്ളത്, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേറ്റിൽ V3 എന്ന് പറയുന്നത് V1 ഈക്വൽ ആണ്. അതേപോലെ പ്രഷർ ടെമ്പറേച്ചർ ഈക്വൽ ആണ്, T3 T2 ഈക്വൽ ആണ്. ഓക്കെ, പിന്നെ P3 നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം 3 പ്രഷർ റേഞ്ച് ഉണ്ട്, 2 ടെമ്പറേച്ചേഴ്സ് ഉണ്ട്, 3 അതേപോലെ 2 വോളിയം ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ സാധാരണ പോലെ വരച്ചാൽ മതി. നമുക്ക് വരയ്ക്കേണ്ടത് PV ഡയഗ്രാം ആണ്. ഓക്കെ, അപ്പോൾ PV ഡയഗ്രാം ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 3 പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് 3 പ്രോപ്പർട്ടീസിന്റെ കോൺസ്റ്റന്റ് ലൈൻസ് നമുക്ക് അറിയാമായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പ്രഷർ എന്ന് പറയുന്നത് കിലോ പാസ്കലിലാണ്. ഓക്കെ, ഇനി ഇവിടെ വോളിയം നമുക്ക് ലിറ്ററിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്കത് മീറ്റർ ക്യൂബിലോട്ട് കൺവേർട്ട് ചെയ്യാം, ഏത് വേണമെങ്കിലും യൂണിറ്റ് എടുക്കാം. ഇനി ഇവിടെ 2 ടെമ്പറേച്ചർ ഉള്ളത്, അതുകൊണ്ട് നമുക്കറിയാം കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ലൈൻ എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ആയിരിക്കും. ഓക്കെ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ലൈൻ ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ഒന്നാമത്തെ പോയിന്റ് ട്രേസ് ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ വോളിയം 244. അപ്പോൾ ഇവിടെ 2 വോളിയമേ ഉള്ളൂ. ഓക്കെ, ഒരു വോളിയം എന്ന് പറയുന്നത് 152.5, രണ്ടാമത്തെ വോളിയം എന്ന് പറയുന്നത് 244. ഈ വാല്യൂസ് അവിടെ മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. ദെൻ okay, after marking it is 244. okay, then temperature, first temperature, ഈ ലൈൻ എന്ന് പറയുന്നത് 800 കെൽവിന്റെ കർവും ഇതെന്ന് പറയുന്നത് 1600 കെൽവിന്റെ കർവുമാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഈ കർവിൽ എല്ലായിടത്തും ടെമ്പറേച്ചർ 800 കെൽവിനും രണ്ടാമത്തെ കർവിൽ എല്ലാ പോയിന്റിലും 1600 കെൽവിനും ആയിരിക്കും ടെമ്പറേച്ചർ ഉണ്ടാവും. ഇത് എക്സാക്ട് ഒരു കർവ് ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക, സ്ട്രെയിറ്റ് ലൈനോ ബെൻഡഡ് ഒന്നുമല്ല. ഓക്കെ, ഒരു കർവ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ദെൻ അപ്പോൾ ഫസ്റ്റ് പോയിന്റ് 244 ലിറ്ററിൽ T1 1600. ഓക്കെ, 1600 പ്രഷർ എന്ന് പറയുന്നത് നമുക്കറിയാം. ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് 1460. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് നമ്മൾ ട്രേസ് ചെയ്തു. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വോളിയം ഇതാണ്, അതേപോലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 800 ആണ്. ഓക്കെ, വോളിയം എന്ന് പറയുന്നത് ഒരു 152. ഓക്കെ, അപ്പം ഇവിടെ ഇങ്ങോട്ട് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ഈ സംഭവം ഇങ്ങോട്ട് റെഡ്യൂസ് ചെയ്യും. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്. ഇനി അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു പോളിട്രോപ്പിക് പ്രോസസ് ആണ്, സ്ട്രെയിറ്റ് ലൈൻ ആവില്ല, ഒരു കർവ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഒന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒരു കർവ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ,
അതാണ് 1 to 2 എന്ന് പറഞ്ഞ പ്രോസസ്സ്. ഇതാണ് അതിൻ്റെ ഡിറക്ഷൻ 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, ഇനി 2 to 3 ഇനി നമ്മൾ മൂന്നാമത്തെ പോയിന്റ് ട്രേസ് ചെയ്യണം. മൂന്നാമത്തെ പോയിന്റ് ട്രേസ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ പോയിന്റിന്റെ ആദ്യത്തെ പോയിന്റ് വോളിയം സെയിം ആണ്, പക്ഷെ ടെമ്പറേച്ചർ 800 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് കിട്ടുന്നത് ഏകദേശം ഇവിടെയാണ് 244. ഓക്കെ, 244 ആയിരിക്കും വോളിയം ഉണ്ടാവുക. ഓക്കെ, 244 വോളിയം ഉണ്ടാവും. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. 2 to 3 എന്ന് പറയുന്നത് ഈ ഐസോതെർമൽ കർവ് തന്നെ കൂടുതലായിരിക്കും വരിക. ഇതാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോസസ്സ് നമ്മൾ മാർക്ക് ചെയ്തു. ഇതിനകത്തൊരു വർക്ക് ഡൺ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, വർക്ക് ഡൺ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ റെപ്രസെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഉള്ളിൽ വരുന്നത്, ഇതിന് കോമൺ ആയിട്ട് വരുന്ന ഏരിയ ഈ 1 to 2 താഴെ ആയിരിക്കണം, 2 to 3 ഉള്ളിലായിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കോമൺ ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കോമൺ ഏരിയ ആയിരിക്കും നമ്മുടെ 1 to 3 എന്ന് പറയുന്ന ടോട്ടൽ പ്രോസസ്സിന്റെ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഏരിയ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഓക്കെ, ഇതൊരു എക്സാക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് അല്ലാത്തതുകൊണ്ട് നമുക്കിവിടെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് തന്നെ 1 to 2, 2 to 3 വർക്ക് ഡൺ കണ്ടിട്ട് അതിനെ നമ്മൾ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിച്ചു, ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഗ്രാഫ് ഇങ്ങനെ കിട്ടും. ഇതിൽ ഗ്രാഫിൽ ഇതേപോലെ ഫസ്റ്റ് നമ്മൾ 3 വാല്യൂസ് നമ്മളവിടെ ഇങ്ങനെ കാണിക്കണം. ഓക്കെ, 3 വാല്യൂസ് നമ്മൾ കൃത്യമായിട്ട് കാണിക്കണം, 3 പ്രഷർ വാല്യൂസ്. അതേപോലെ വോളിയം, 2 വോളിയം വാല്യൂസ് ഉണ്ട്, 2 ടെമ്പറേച്ചർ വാല്യൂസ് ഉണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വോളിയം കോൺസ്റ്റന്റ് ലൈൻ. മീറ്റർ ക്യൂബിൽ വേണമെങ്കിൽ മീറ്റർ ക്യൂബിൽ, ലിറ്ററിലായാലും കുഴപ്പമില്ല, പക്ഷേ നമ്മൾ യൂണിറ്റ് സ്പെസിഫൈ ചെയ്യണം. ഇത് യൂണിറ്റ് സ്പെസിഫൈ ചെയ്ത് ലിറ്ററിൽ വരച്ചാൽ കറക്റ്റ് തന്നെയാണ്. ഓക്കെ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ മീറ്റർ ക്യൂബ് ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ മീറ്റർ ക്യൂബിലോട്ട് കൺവേർട്ട് ചെയ്യണം. മീറ്റർ ക്യൂബിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതായത് 10 to the power -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മീറ്റർ ക്യൂബിലുള്ള വാല്യൂ കിട്ടും. ഓക്കെ.